ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അവർക്കും അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 6:17 ഒരു പടയാളി അണിഞ്ഞിരിക്കേണ്ടുന്ന അവന്റെ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആത്മാവിന്റെ വാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഥവാ ആ ഇരുവായ്ത്തലയുള്ള വാള് അത് ഒരുവൻ ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ വചനം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചാണ് നമുക്ക് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് പുസ്തകം 2:12 പെർഗമോസ് സഭയോട് പറയുമ്പോൾ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ എന്നാണ് കർത്താവ് സ്വയം പരിചയപ്പെടുത്തുന്നത്. അഥവാ ഈ ദൈവവചനമാകുന്ന ആ വാൾ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് വചനം ജഡമായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച യേശു ക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കേണ്ടതുപോലെ ധരിച്ചിരിക്കേണ്ടുന്നതായ ആവശ്യകതയാണ് അവിടെ ഊന്നി പറയുന്നത്. എബ്രായ ലേഖനം 4:12-13 വാക്യങ്ങളിലും ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനം നൽകുന്നതാണ്. മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും ആത്മീക തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും ലക്ഷ്യം, ആഗ്രഹം, ഉദ്ദേശം, ഇച്ഛ ഇവയെല്ലാം വേർതിരിക്കുവാനും അവയെ യഥാർത്ഥമായ വിധം വിലയിരുത്തുവാനും അതിന് ശക്തിയുണ്ട് എന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മരുഭൂമിയിൽ സഞ്ചരിച്ച ആ ഇസ്രായേൽ ജനം ദൈവവചനത്തെ അവര് പലപ്പോഴും അവഗണിച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് വാഗ്ദത്ത നാട്ടിൽ, ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയാതെ അവര് മരുഭൂമിയിൽ പട്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും അനേകർ ദൈവവചനം വേണ്ടതുപോലെ കൈക്കൊള്ളാത്തതിന്റെ പശ്ചാത്തലത്തിൽ ശത്രു അവരെയൊക്കെ നശിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ആയുധം തന്നെയാണ് ദൈവത്തിന്റെ വചനം എന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ പത്യോപദേശത്തിൽ വളർത്തുവാൻ കഴിയുന്നില്ല. അവരെ സൺഡേ സ്കൂളിൽ അയക്കുവാൻ കഴിയുന്നില്ല. ലോകത്തിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസവും ട്യൂഷനും ഇതെല്ലാം കൊടുക്കുവാൻ ബന്ധപ്പെടുന്ന മാതാപിതാക്കൾ അവർക്ക് വേണ്ട വിധത്തിൽ വചനം കൊടുക്കാതെ, ആരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാതെ, അതിന്റെ ഫലമായിട്ട് ഈ ലോകത്തിലേക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ വ്യതിചലിച്ചു പോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവവചനത്തിന് പകരമായിട്ട് പല കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ ആധുനിക മൊബൈലുകള്, അതേപോലെയുള്ള സാധനങ്ങള് ഇതെല്ലാം വാങ്ങിക്കൊടുക്കും. ഈ അടുത്തടുത്ത സമയങ്ങളിലൊക്കെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിസാര കാര്യത്തിന് വാശി പിടിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും, 10, 8, 9 ഒക്കെ വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും അവര് ആത്മഹത്യ ചെയ്യുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം അവരുടെ ഉള്ളിലില്ല. അല്പബാല്യം, യൗവന പ്രായത്തിലേക്കൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണമായി ലോകത്തിലേക്ക് ഇറങ്ങി ഏത് അക്രമങ്ങളും ഏത് അനീതികളും ചെയ്യുവാൻ മടിയില്ലാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഈ കാലഘട്ടം മുൻപോട്ട് പോയാൽ അടുത്ത ഒരു തലമുറയൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഭയാനകമായി മാത്രമേ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതെ, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ആഹാരമാണ് ദൈവവചനം എന്ന മായമില്ലാത്തതായ ആ പാല്.
അത് വേണ്ട വിധത്തിൽ എല്ലാവരും ഭക്ഷിക്കാത്തതിന്റെ പരാജയങ്ങളാണ് ലോകം മുഴുവനും ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം എന്ന ഈ വാൾ ശക്തിയോടെ ധരിച്ചുകൊണ്ട് നാം നിൽക്കുന്നെങ്കിൽ ഏത് അന്ധകാര ശക്തിയെയും എതിരിടുവാൻ, രോഗമാകട്ടെ മറ്റ് വൈശാചിക പോരുകളാകട്ടെ, നമുക്കെതിരെ കടന്നു വരുന്ന, കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ ഒക്കെ കടന്നു വരുന്ന ഏത് ദുഷ്ടശക്തിയെയും ദൈവവചനത്തിലൂടെ മാത്രമേ നേരിടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നാം ഈ അന്ത്യകാലത്ത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്രകാരം ആ ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കുവാനും തലമുറകൾക്ക് അത് വേണ്ട വിധത്തിൽ കൊടുക്കുവാനും നമുക്ക് ഇടയായി തീരട്ടെ. അതിനായിട്ട് കർത്തൃകരങ്ങളിൽ പരമേൽപ്പിക്കാം. വചനം തിരുവചനം, മാനവരക്ഷാവചനം. വചനം തിരുവചനം, ജീവനേകും വചനം. കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഗീതം പാടി വാഴ്ത്തിടാം. മുതൽക്കേ പാത തെളിച്ചു പാവനമാം വചനം. മാനവമോചന സന്ദേശമായി ദൈവ തിരുവചനം. കൈകളുയർത്തി നിറമനസോടെ പാടി നമിച്ചിടാം. കൈകളുയർത്തി നിറമനസോടെ പാടി നമിച്ചിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ,